ബിഗ് ബോസ് സീസൺ 6-ൻ്റെ 50% കൺഫേംഡ് ലിസ്റ്റുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 5-ൻ്റെ കൺഫേംഡ് ലിസ്റ്റ്, അതായത് 50% കൺഫേംഡ് ലിസ്റ്റ് അന്ന് ഞാൻ ഇട്ട സമയത്ത് അതിൽ ഉൾപ്പെട്ടവരായിരുന്നു അഖിൽ മാരാർ, സാഗർ സൂര്യ, അതുപോലെ തന്നെ ശോഭ വിശ്വനാഥ് എന്നുള്ളവരെല്ലാവരും. നാദിറ ഉൾപ്പെട്ട ഈ ഒരു 5-6 കണ്ടസ്റ്റൻസൊക്കെ അന്ന് എൻ്റെ 50% കൺഫേംഡ് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിലും വരുന്ന കുറച്ച് പേരെങ്കിലും ബിഗ് ബോസ് സീസൺ 6-ൽ ഉണ്ടാകും, അത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ 50% കൺഫേമേഷനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് എപ്പോഴും പ്രവചനാതീതമാണ്, അതുകൊണ്ടാണ് 50% കൺഫേംഡ് ലിസ്റ്റായിട്ട് മാത്രം പറയുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ മുറ്റമായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കിളികളും മാടത്തക്കിളിയൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും, നിങ്ങളതൊന്ന് ക്ഷമിക്കുക. വീടിൻ്റെ ഉള്ളിൽ ആളുകൾ കൂടുതലായതുകൊണ്ട് അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാക്സിമം ഒച്ച കൂട്ടിയിട്ട് പറയാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മുടെ ബ്യൂട്ടി വ്ളോഗറായിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ പേരാണ്. അതെൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുള്ള മിക്ക ലിസ്റ്റുകളിലും ഉൾപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ ജാഫർ. ഏകദേശം ബിഗ് ബോസിൽ ഉറപ്പായൊരു പേര് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തായാലും 50% കൺഫേംഡേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ജാസ്മിൻ ജാഫറാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്. അതോടൊപ്പം തന്നെ ജാസ്മിൻ ജാഫർ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമഡി ഫെയിമും കൂടിയാണ്. ഏഷ്യാനെറ്റിലായിട്ട് മുൻ ബന്ധമുള്ള ഒരു കുട്ടി തന്നെയാണ് ജാസ്മിൻ ജാഫർ, ബ്യൂട്ടി വ്ളോഗറാണ്. ദെൻ അടുത്തത് പറയാനായിട്ടുള്ളത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്. നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി വീഡിയോസ്, തൻ്റേതായിട്ടുള്ള യുണീക്ക് ടച്ചോട് കൂടിയുള്ള കണ്ടൻറ്റുകൾ റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് പുള്ളിക്കാരൻ. മിക്ക ലിസ്റ്റുകളിലും ബിഗ് ബോസ് സീസൺ 5 മുതലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയ ഒരു വ്യക്തി കൂടിയായിരുന്നു സായി കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, ബിഗ് ബോസിൻ്റെ ആരും ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ 50% കൺഫർമേഷനെ ഇപ്പോൾ പറയുള്ളൂ. സാഗറിൻ്റെ പേരാവായിരുന്നു സായി കൃഷ്ണയും നിങ്ങൾക്ക് എന്തായാലും ബിഗ് ബോസ് സീസൺ 6-ൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫിലിം ഫോട്ടോഗ്രാഫറും ബിഗ് ബോസ് സീസൺ 4-5-ൻ്റെ കോൺട്രവേഴ്സീസിൽ ഉൾപ്പെട്ട, അതായത് നമ്മുടെ ഡോക്ടർ റോബിൻ, അഖിൽ മാരാർ എന്നിവരുടെ കോൺട്രവേഴ്സീസിൽ മിക്കതും ഉൾപ്പെട്ട നമ്മുടെ ഷാലു പയ്യാട്, ഫിലിം ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരൻ. ആ ഒരു ടച്ചോട് കൂടിയായിരിക്കും ബിഗ് ബോസിലേക്ക് കയറ്റിവിടുക. നമ്മുടെ ലാലേട്ടൻ പറയുമല്ലോ, ഫിലിം ഫോട്ടോഗ്രാഫറായിട്ട് ഷാലു പയ്യാട് വരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും കയറ്റിവിടുന്നത്. പക്ഷേ നമുക്കറിയാം ബിഗ് ബോസ് എന്തുകൊണ്ടാണ് പുള്ളിയെ കോൺടാക്ട് ചെയ്തത്. നമ്മുടെ ഡോക്ടർ റോബിൻ, അഖിൽ മാരാറായിട്ടുള്ള സകല കോൺട്രവേഴ്സീസിലും പിന്നെ അഖിൽ ബിഗ് ബോസിലേക്ക് വരാനും ഒക്കെ കാരണം ഷാലു പയ്യാടാണെന്നുള്ള കാര്യം അഖിൽ തന്നെ ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഷാലുവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഷാലു പയ്യാടിലേക്ക് എത്തുന്നത്. അതാണ് മെയിൻ കാര്യം. ദെൻ അടുത്തത് പറയാനായിട്ടുള്ളത് പാർവതി ബാബു, നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഇൻ്റർവ്യൂവറായിട്ടുള്ള പാർവതി ബാബു, ആങ്കറാണ് പുള്ളിക്കാരത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലും ഇപ്പോൾ സിനിമയിലേക്കൊക്കെ കയറുന്നതായിട്ട് പറയുന്നുണ്ട്. ഷോർട്ട് ഫിലിമുകളിൽ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആങ്കർ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇത്രയേറെ ഫാൻസിനെ സമ്പാദിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഒട്ടനവധി ബിഗ് ബോസ് താരങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ പറ്റിയുള്ള മിക്ക കാര്യങ്ങളും അറിയാം ഈ പാർവതി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിക്ക്. പിന്നീട് ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തൻ്റേതായിട്ടൊരു തൻ്റേതായിട്ട് ഒരു മുഖം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കും പാർവതിയുടേത്. ബിഗ് ബോസിലേക്ക് എന്തായാലും വരട്ടെ. ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് എന്തായാലും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. 50% ഏകദേശം കൺഫേംഡുമാണ്. പക്ഷേ 100% ഒന്നും പറയില്ല. 50% കൺഫർമേഷൻ ഈ ഒരു സമയത്ത് പറയാൻ കഴിയുള്ളൂ. ദെൻ അടുത്തത് പറയാനായിട്ടുള്ളത് അസ്ലാം ആർലിയും എനിക്ക് 50% കൺഫർമേഷനെ പറയാൻ കഴിയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ തൻ്റേതായിട്ടുള്ള വീഡിയോസ്, നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ്, വലിയ ആൾക്കാർക്കും കുഞ്ഞു കുട്ടികൾക്ക് ഉൾപ്പെടെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അസ്ലാം ആർലിയും ഏകദേശം 50% കൺഫേംഡാണ്. ദെൻ അടുത്തത് പറയാനായിട്ടുള്ളത് സീരിയൽ ആക്ടറായിട്ടുള്ള യഷിൻ മോഹൻ. ബിഗ് ബോസ് സീസൺ 4, 5, 3 ഉൾപ്പെടെയുള്ള സീസണുകളിലെല്ലാം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നൊരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ മുൻഗണന ഉള്ളൊരു വ്യക്തിത്വമാണ്. അന്ന് ബിഗ് ബോസിന് കൊണ്ടുവരാൻ പറ്റിയില്ല, പക്ഷേ ഈ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. 100% ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് 50% കൺഫർമേഷനാണ് ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് പറയാനായിട്ട് ഉള്ള പേരാണ് നമ്മുടെ ബീന ആൻ്റണിനെയും ബിഗ് ബോസ് സീസൺ 5-ൽ കൊണ്ടുവരാൻ നോക്കിയതാണ്. ആ ഒരു സമയത്ത് സാധിച്ചില്ല. പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലെല്ലാം ഉൾപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6-ൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. പക്ഷേ 100% ഉറപ്പ് പറയാൻ കഴിയില്ല. 50% കൺഫർമേഷൻ മാത്രമേ ഈ ഒരു സമയത്ത് പറയാൻ കഴിയുള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ സീരിയലുകളിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ദെൻ അടുത്തത് ജിത്തു വേണുഗോപാലും
നമ്മുടെ ബീന ആൻ്റണി അഭിനയിക്കുന്ന അതേ സീരിയലായിട്ടുള്ള മൗനരാഗത്തിൽ ഇപ്പോഴും റീസെൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 100% കൺഫർമേഷൻ പറയുന്നില്ല. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷേ 50% കൺഫർമേഷനെ ഈ ഒരു സമയത്ത് പുള്ളിക്കും നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്തത് വീണ, നമ്മുടെ ബിഹൈൻഡ് വേർഡ് ഐസിലെ വീണ ഇപ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആങ്കർ എന്നുള്ള രീതിയിൽ തൻ്റേതായിട്ടൊരു വ്യക്തിത്വവും ഒരുപാടധികം ഫാൻ ബേസും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ആങ്കർ തന്നെയാണ്. ഒട്ടനവധി ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോളും പോയിട്ടുണ്ട്. എന്നാൽ നല്ല ടോക്കിംഗ് സെൻസും ഉള്ളൊരു വ്യക്തിയാണ്. തൻ്റേതായിട്ടൊരു ഫേസ് ബിഗ് ബോസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു വ്യക്തിത്വം തന്നെയാണ് വീണയുടേതും. വീണയും തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നീട് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് ഫെജോ, നമ്മുടെ DJ ഫെജോ എന്ന് പറയാം. ഫെജോ ഒരു DJ ആർട്ടിസ്റ്റാണ്. ഒരു ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമും അതുപോലെ തന്നെ തൻ്റെ യൂട്യൂബിലൂടെ മലയാളത്തിലുള്ള റാപ്പ് സോങ്ങുകളും ഒട്ടനവധി അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബറുമാണ്. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യത്തിന് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ DJ ഫെജോയും ബിഗ് ബോസിൽ ഏകദേശം 50% കൺഫർമേഷൻ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ബിഗ് ബോസിലേക്കുള്ള 50% കൺഫേംഡ് ലിസ്റ്റിൽ പറയാൻ പറ്റുന്ന വേറൊരാളാണ് മാലാ പാർവതി. നമ്മുടെ ബീന ആൻ്റണിയുടെയൊക്കെ ഒരു അത്തരത്തിലുള്ളൊരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. ഒരു സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സീനിയർ വുമൺ എല്ലാ ബിഗ് ബോസിൻ്റെയും ഒരു രീതിയിൽ ഉണ്ടാകും. ആ ഒരു ബിഗ് ബോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാറ്റേണിൽ അത്തരത്തിലുള്ള ആളുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. 50% കൺഫർമേഷൻ നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് അലീഷ നായറാണ്. അലീഷ നായറിനെ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ബിഗ് ബോസ് സീസൺ ഹിന്ദിയുടെ വരെയും ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അവസാന ഘട്ടം വരെയും എത്തിയ ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലേക്ക് എത്താനായിട്ടുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ്. അടുത്തത് അമല ഷാജി ഒട്ടനവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടെ വന്ന ഒരാളാണ്. ബിഗ് ബോസ് സീസൺ 5 ഉൾപ്പെടെ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ബിഗ് ബോസ് സീസൺ 6 കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ഒരു 50% കൺഫർമേഷൻ നമുക്ക് അമല ഷാജിക്കും പറയാവുന്നതാണ്. പിന്നീട് ശ്രീറാം അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ പറയുന്നതാണ്. ശ്രീറാമിൻ്റെ പേരാണ് അടുത്തതായിട്ട് പറയുന്നത്. ശ്രീറാമും ഇതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ കസ്തൂരിമാൻ എന്നുള്ള സീരിയലിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഏഷ്യാനെറ്റിനോട് തന്നെയാണ് പുള്ളിക്കാരൻ വളർന്നു വന്നത്. കുറച്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളിൽ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 6 വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഒരു 50% കൺഫർമേഷൻ നമുക്ക് ശ്രീറാമിനും പറയാൻ പറ്റും. അടുത്തത് അൻഷിത അഞ്ചി നമ്മുടെ കൂടെവിടെ സീരിയലിൽ, നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ കൂടെവിടെ സീരിയലിൽ കൂടെയാണ് ആ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്, അഭിനയ ഫീൽഡിലേക്ക് കടന്നു വന്നത്. അതിലുപരി ഏഷ്യാനെറ്റ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ നമ്മുടെ എലിഷ ബിഗ് ബോസ് സീസൺ 4, ബിഗ് ബോസ് സീസൺ 5 നമ്മുടെ റെനീഷ, ബിഗ് ബോസ് സീസൺ 6 അൻഷിത, അങ്ങനെ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. കാരണം ഇവരൊക്കെ ഒരു വേവ് ലെങ്ത്തിൽ പോകുന്ന ആൾക്കാരാണ്. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ അൻഷിത അഞ്ചി ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. നമുക്ക് ഒരു 50% കൺഫർമേഷൻ അൻഷിത അഞ്ചിക്കും കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ പറയാനുള്ളത് ശ്രീലക്ഷ്മി അറക്കൽ, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ. കുറച്ച് സംസാരത്തിൽ ഉപയോഗിക്കുന്ന മോശം വാക്കുകൾ ഉപയോഗിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കൽ. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 50% കൺഫേംഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 6 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ടോക്കിംഗ് സെൻസ് ഉണ്ട്. അമിതമായിട്ടുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബിഗ് ബോസിൽ നമുക്ക് ശ്രീലക്ഷ്മി നിന്നും കണ്ടന്റുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മുകേഷ് മേനോൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലു ജെഡി, യൂട്യൂബിലൊക്കെ പുള്ളി അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ ഫുഡ് വീഡിയോയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ ലാലേട്ടനെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഫേസ് കട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അത്തരത്തിൽ പുള്ളിക്കാരൻ ലാലേട്ടനെ അനുകരിച്ച് അഭിനയിക്കാറും വേഷമൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാറൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 50% കൺഫേംഡ് ലിസ്റ്റിലും നമ്മുടെ അല്ലു ജെഡി ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ബിഗ് ബോസിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും 50% കൺഫർമേഷന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ 50% കൺഫേംഡ് ലിസ്റ്റിൽ അവസാനത്തെ പേരാണ് അമേയ പ്രസാദ്. നിങ്ങൾക്കറിയാം, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻ്റാണ്. ട്രിവാൻഡ്രം ജില്ലയിലെ പ്രസിഡൻ്റാണ് അമേയ പ്രസാദ്. പുള്ളിക്കാരത്തെയും ഒരുപാടധികം പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പേര് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്.
ബിഗ് ബോസ് സീസൺ 6 ഏകദേശം നമുക്ക് 50% കൺഫേംഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അമേയ പ്രസാദും. പിന്നീട് പത്മലക്ഷ്മി, അത്തരത്തിലുള്ള ആളുകളുണ്ട്, ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, അങ്ങനെ കുറച്ച് പേര് കൂടി ഉണ്ട്. പക്ഷേ 50% കൺഫേംഡ് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിടുന്ന ഈ ഒരു 50% കൺഫേംഡ് ലിസ്റ്റിൽ ഇത്രയും പേരെയാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. താങ്ക്